ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ഈ മുട്ട കൂടി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് മൈദാപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ബാറ്റർ നല്ല ലൂസായിട്ടാണ് കിട്ടേണ്ടത്. നല്ല തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായ ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. നല്ല തിന്നായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ. ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഈ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതിങ്ങെടുക്കാം. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഒന്ന് പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മയോനൈസ് ആണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മയോനൈസ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ചുട്ട് വെച്ചതിൽ നിന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനൊന്ന് മടക്കി കൊടുത്ത ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ടൊമാറ്റോ സോസും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇതുപോലെ ഒന്ന് ഒട്ടിയിരുന്നോളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.